നിങ്ങൾക്കും പോവാം ലോകാത്ഭുതങ്ങളിലൊന്നായ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്ക് ഒരു ബഡ്ജറ്റ് ട്രിപ്പ്. പൊന്നിയിൻ സെൽവൻ സിനിമ ഇറങ്ങിയപ്പോഴും അടുത്ത കാലത്ത് പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടന സമയത്തെ ചെങ്കോൽ വിവാദത്തിലൊക്കെ ഈ ക്ഷേത്രം നിറയെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും 2-3 ദിവസം ചിലവാക്കിയാൽ എങ്ങനെയാണ് തഞ്ചാവൂരിലേക്ക് പോകേണ്ടതെന്നും എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സോ ഗൈസ്, ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇറ്റ്സ് പ്ലാൻ ബൈ ആനന്ദ്. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഒരു ട്രെയിൻ മാത്രമാണ് ഇപ്പോൾ തഞ്ചാവൂരിലേക്കുള്ളത്. എറണാകുളത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ കാരയ്ക്കൽ എക്സ്പ്രസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള മിക്ക സ്റ്റേഷനുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളതിനാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുന്നവർക്കും ഈ ട്രെയിൻ പരിഗണിക്കാം. ഇനി മലപ്പുറം മുതൽ കാസർഗോഡ് വരെ താമസിക്കുന്നവരാണെങ്കിൽ കോയമ്പത്തൂർ എത്താൻ സാധിച്ചാൽ ഇത്രയും ട്രെയിനുകളുടെ ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. പാലക്കാട് തൃശ്ശൂർ എത്താൻ സാധിച്ചാൽ കാരയ്ക്കൽ എക്സ്പ്രസ്സിലും നിങ്ങൾക്ക് കയറാം. സ്ക്രീനിൽ സൂചിപ്പിച്ച ഈ 2 ട്രെയിനുകളും തഞ്ചാവൂരിലെത്താനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ഒരു ബസ് കൂടി കയറേണ്ടി വരുമെന്ന് മാത്രം. ഒന്ന് പട്ടുക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും മറ്റേത് അരിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുമാണ്. കൊല്ലം തിരുവനന്തപുരത്തുള്ളവർക്ക് നാഗർകോവിലിലോ കന്യാകുമാരിയിലോ എത്താൻ സാധിച്ചാൽ ഈ ട്രെയിനുകൾ അവരുടെ ഓപ്ഷനാണ്. അങ്ങനെ കൃഷിയിടങ്ങളും പുഴകളും മലകളും അടങ്ങിയ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കോയമ്പത്തൂരിലേക്ക് എത്തി. കോയമ്പത്തൂരും എൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിരുന്നു. ആ കാഴ്ചകൾ മറ്റൊരു വീഡിയോ ആയിട്ടിടാം. മിസ്സാവാതിരിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കൂ. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്നും രാത്രി 12:30 ആരംഭിച്ച യാത്ര രാവിലെ 6 മണിയായപ്പോഴേക്കും അവസാനിപ്പിച്ച് തഞ്ചാവൂരിൽ ഞാൻ ഇറങ്ങി. 2-3 കിലോമീറ്റർ നടക്കാൻ പറ്റുമെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ. രാവിലെ 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ കുളിയും പല്ലുതേപ്പും ഒക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ബാഗ് ടെമ്പിളിൻ്റെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. ഇതൊരു ട്രാവൽ വ്ളോഗിനേക്കാൾ ഉപരി എങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് എൻ്റെ പ്ലാൻ ഒന്ന് കേട്ടുനോക്കൂ. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കൂ. കൂടെ നിങ്ങളും പ്ലാൻ ചെയ്യൂ തഞ്ചാവൂരിലേക്കൊരു യാത്ര. തഞ്ചാവൂർ എന്ന സ്ഥലം നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ രാവിലെ തഞ്ചാവൂരിലെത്തുന്ന രീതിയാണ് ഞാൻ ക്രമീകരിച്ചത്. എന്ന് വെച്ചാൽ ഡേ 1 രാവിലെ കോയമ്പത്തൂർ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. കോയമ്പത്തൂരിലെ കാഴ്ചകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നു. കോയമ്പത്തൂരിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇഷ യോഗ സെൻറ്റർ. അവിടെ യോഗയ്ക്കോ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഫീലിന് വേണ്ടിയോ പോകേണ്ടവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയും അങ്ങോട്ടേക്ക് പോകാവുന്നതാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ യോഗ ഡെസ്റ്റിനേഷനാണത്. 2 മലകളുടെ നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രകൃതി രമണീയമായിട്ടുള്ള ധാരാളം കാഴ്ചകളും ഉണ്ട്. അതോടൊപ്പം ഇഷ യോഗ സെൻറ്ററിൽ എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന ലേസർ ഷോ കൂടി കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്ന പ്ലാനാണിത്. കാരണം ഇനി നമ്മുടെ തഞ്ചാവൂരിലേക്കുള്ള ട്രെയിന് രാവിലെ 12:30 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലേസർ ഷോ കഴിഞ്ഞിട്ട് സാവധാനം ബസ്സിൽ കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതിയാകും. ഏതായാലും ഒരു കാര്യം ഒന്ന് ചെക്ക് ചെയ്തേക്കുക, നിങ്ങൾ പോകുന്ന ദിവസം ലേസർ ഷോ ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമുക്ക് കോയമ്പത്തൂരിൽ കാണാൻ പറ്റുന്നത് കോവൈ കുട്രാലം വാട്ടർഫാൾസ്, ഒരു കാർ മ്യൂസിയം ഉണ്ട്, പിന്നെ എക്സിബിഷൻസ് ഉണ്ടാവും. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കോയമ്പത്തൂരിൽ. പക്ഷേ നമ്മുടെ പ്ലാൻ തഞ്ചാവൂർ ആയതുകൊണ്ട് തന്നെ രാത്രി 12-ന് മുമ്പ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനി നേരത്തെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ ബഡ്ജറ്റ് ട്രിപ്പ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ AC ലോഞ്ച് ഉണ്ടാവും. 40 രൂപ പെർ മണിക്കൂറൊക്കെയാണ് റേറ്റ് വരുന്നത്. അല്ലെങ്കിൽ അവിടെ ഡോർമെട്രി സംവിധാനം ഉണ്ടാവും. PNR വെച്ച് നമുക്ക് റൂമിൽ കയറാൻ സാധിക്കും. ഇനി ബഡ്ജറ്റ് ഒന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ AC നോൺ AC റൂമുകളൊക്കെ പുറത്ത് ധാരാളം ഉണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വെളുപ്പിന് 12:30 ആയപ്പോഴത്തേക്കും ട്രെയിനിൽ കയറി ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ തഞ്ചാവൂരിൽ വന്നിറങ്ങി. 5:30-6 മണിയല്ലേ ആയുള്ളൂ. ഉറക്കക്ഷീണം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാം, അല്ലെങ്കിൽ ലോഞ്ചിൽ കിടന്നിട്ടൊക്കെ വരാം. പക്ഷേ നമ്മൾ കിടക്കാൻ വേണ്ടിയല്ലല്ലോ വന്നത്. അപ്പോൾ ലോഞ്ചിലോ അല്ലാതെയോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ബാക്കി വഴിയേ പറയാം. തിരിഞ്ഞു പോയാൽ ധാരാളം മഹാത്ഭുതങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ക്ഷേത്രമാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. ശരിയായ പേര് രാജരാജേശ്വരം ക്ഷേത്രം എന്നാണെങ്കിലും മറാഠ സാമ്രാജ്യകാലത്ത് കിട്ടിയ പേരാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം ടൺ കരിങ്കല്ല് കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുരാതനമായ ക്ഷേത്രത്തിൽ ഇന്നും പൂജകൾ നടന്നു വരുന്നു. പ്രധാന ഗോപുരങ്ങളെല്ലാം കടന്ന് അകത്തേക്ക് വരുമ്പോഴേക്കും ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ നന്ദി വിഗ്രഹം നമുക്ക് കാണാം. കടന്നു വന്ന ഗോപുരങ്ങളെക്കാളെല്ലാം വലുതാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്നറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നും. ഒറ്റക്കല്ലിൽ തന്നെ നിർമ്മിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 9 മീറ്ററുകളോളം ഉയരമുള്ള ശിവലിംഗം
ക്ഷേത്രത്തിൻ്റെ ഒരു വാതിലുകളിൽ കൂടെയും കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ബാക്കി പണികൾ ആരംഭിച്ചത്. പിന്നെയുമുണ്ട് ധാരാളം അത്ഭുതങ്ങൾ. ക്ഷേത്രത്തിന് മുകളിലെ കല്ലിന് 90 ടൺ ഭാരമുണ്ട്. ഏകദേശം 4 കിലോമീറ്ററുകളോളം ചെരിവ് ഉണ്ടാക്കിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ മകുടം മുകളിലെത്തിച്ചതെന്ന് കേൾക്കുമ്പോൾ നമുക്കിന്ന് അത്ഭുതം തോന്നും. വർഷത്തിൽ ഏത് ദിവസമായാലും ഈ ക്ഷേത്രത്തിൻ്റെ മകുടത്തിൻ്റെ നിഴൽ നിലത്ത് വീഴില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴും അല്ലാതെയെല്ലാം നിങ്ങൾക്ക് ധാരാളം പേരുകൾ എഴുതി വെച്ചത് കാണാം. അന്നത്തെ രാജാക്കന്മാർ മുതൽ ഒരു കല്ലെടുത്ത് വെച്ച് സഹായിച്ചവരുടെ പേര് വരെ ക്ഷേത്രത്തിന് ചുറ്റുമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമായി നടക്കുമ്പോൾ ധാരാളം ശിവലിംഗങ്ങളും ചിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതെല്ലാം മറാഠ സാമ്രാജ്യത്തിൻ്റെ സംഭാവനകളാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ധാരാളം അത്ഭുതങ്ങളും വിസ്മയങ്ങളും നിറഞ്ഞതാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ. ബിഗ് ടെമ്പിളിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഏതായാലും നിങ്ങളും തഞ്ചാവൂരിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തോളൂ. ബിഗ് ടെമ്പിൾ അല്ലാതെ ഇനി എന്താണ് വേറെയുള്ളത് എന്നുള്ള ചോദ്യമല്ലേ? തഞ്ചാവൂർ ബിഗ് ടെമ്പിളിന് ഒരു 2 കിലോമീറ്ററിനടുത്ത് തന്നെ മറാഠ പാലസ്, ആർട്ട് ഗാലറി, സംഗീത മഹൽ, സരസ്വതി ലൈബ്രറി എന്ന് തുടങ്ങിയ കുറച്ച് വിസ്മയങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവയൊക്കെയാണ് തഞ്ചാവൂരിന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ കാണാൻ സാധിക്കുന്നത്. പോലെ ഒരു പ്ലാൻ കൂടി ചേർക്കാനുണ്ട്. ഏതായാലും തഞ്ചാവൂരിൽ പോയതല്ലേ, തലയാട്ടുന്ന ബൊമ്മകൾ, തഞ്ചാവൂർ ബൊമ്മകൾ വാങ്ങാൻ മറക്കണ്ട. ഇനി നമുക്ക് തഞ്ചാവൂരിൽ നിന്ന് നേരെ വേളാങ്കണ്ണിക്ക് വിട്ടാലോ. തഞ്ചാവൂരിൽ നിന്ന് 3 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട് വേളാങ്കണ്ണിയിലേക്ക്. തിരുച്ചിറപ്പള്ളി വേളാങ്കണ്ണി ഡെമു എക്സ്പ്രസ് ആണ് ദിവസവും ഓടുന്നത്. അത് വൈകിട്ട് 6 മണിക്കാണ്. അത് കിട്ടിയില്ലെങ്കിലും നാഗപട്ടണം എന്ന സ്ഥലത്തേക്ക് ധാരാളം വേറെ ട്രെയിനുകളുണ്ട്. ഇത് തിരഞ്ഞെടുത്ത് നാഗപട്ടണത്തെത്തി ബസ് മാർഗം നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാം. അവസാനം ഏതായാലും എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇതേതായാലും പ്ലാൻ ബൈ ആനന്ദ്.